ഹലോ. ഓക്കെ, എന്തെങ്കിലും ഇന്ററപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ മെസ്സേജ് ചെയ്യണേ. ചെറിയ നെറ്റ്വർക്കിന്റെ. ഓക്കെ ഓക്കെ. നമ്മൾ ഡിസ്കസ് ചെയ്തത് ത്രൂ ട്രാൻസ്മിഷൻ ടെക്നിക്, പൾസ് എക്കോ ടെക്നിക്, ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് കോണ്ടാക്ട് ടെസ്റ്റിംഗ് ആൻഡ് ഇമ്മേർഷൻ ടെസ്റ്റിംഗ്. സോ ഇമ്മേർഷൻ ടെസ്റ്റിംഗിന്റെ കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ next moving on, next method. Okay, immersion testing. The next one, a comparison between contact and immersion testing. Contact testing versus immersion testing. കോണ്ടാക്ട് ടെസ്റ്റിംഗ് എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടിലുള്ള സിമിലാരിറ്റി എന്ന് പറയുന്നത് രണ്ടിലും കപ്ലന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് കോണ്ടാക്ട് ടെസ്റ്റിലെ കപ്ലന്റ് തിക്നെസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആണ്. പിന്നെ ഇമ്മേർഷൻ ടെസ്റ്റിംഗ് ആകുമ്പോൾ thickness of couplant എന്ന് പറയുന്നത് ഹെവി thickness ആണ്. So to get useful levels of sound energy into a material, the air between the transducer and the test article full screen. So to get useful levels of sound energy into a material, the air between the transducer and the test piece must be removed. This is referred as coupling. നമുക്കറിയാം കപ്ലിംഗ് എന്തിനാന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. എയർ ഗ്യാപ്പ് ഒഴിവാക്കാൻ, ദാറ്റ് ഈസ് അക്കോസ്റ്റിക് ഇംപിഡൻസ് മിസ്മാച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലെയർ ഫോർമേഷൻ ആണ് കപ്ലിംഗ് ഫോർമേഷൻ. ഇൻ കോണ്ടാക്ട് ടെസ്റ്റിംഗ്, എ കപ്ലന്റ് സച്ച് ആസ് വാട്ടർ, ഓയിൽ ഓർ എ ജെൽ ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദി ടെസ്റ്റ് പീസ്. അല്ലെ, അപ്പൊ അവിടുത്തെ തിക്നെസ്, കോണ്ടാക്ട് ലെയർ അല്ലെങ്കിൽ ഒരു കപ്ലന്റ് ലെയർ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് തിക്നെസ് ആണ്. ഇൻ ഇമ്മേർഷൻ ടെസ്റ്റിംഗ്, ദ പാർട്ട് ആൻഡ് ദ ട്രാൻസ്ഡ്യൂസർ ആർ പ്ലേസ് ഇൻ എ വാട്ടർ ബാത്ത്. This arrangement allows better movement of the transducer while maintaining a constant അല്ലെങ്കിൽ consistent coupling. ഇത് നമുക്കറിയാം കോണ്ടാക്ട് ടെസ്റ്റിങ്ങും ഈ ഇമ്മേർഷൻ ടെസ്റ്റിങ്ങും തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചെറിയ കമ്പാരിസൺ ആണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കോണ്ടാക്ട് ടെസ്റ്റിങ്ങിന്റെ ഫിഗർ നമുക്കറിയാം. ഒരു ടെസ്റ്റ് പീസും അതുപോലെ തന്നെ ഒരു നമ്മുടെ ട്രാൻസ്ഡ്യൂസർ എലമെന്റ്, ഒരു ടെസ്റ്റ് പീസ്, ഇതിന്റെ മുകളിലായിട്ട് ഒരു ട്രാൻസ്ഡ്യൂസർ എലമെന്റ്, ഇവരുടെ രണ്ടിന്റെ ഇടയിലായിട്ട് ജെൽ ലൈക്ക് എലമെന്റ്സ് ഉണ്ടാവും, കപ്ലന്റ്. അപ്പൊ നമ്മൾ ഈ ജെല്ല് ആദ്യം തന്നെ മെറ്റീരിയലിൽ കംപ്ലീറ്റ് ആയിട്ട് ആക്കി, അല്ലെ, അതിന്റെ സർഫസിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ നമ്മുടെ ട്രാൻസ്ഡ്യൂസർ എലമെന്റിനെ അതിന്റെ മുകളിലൂടെ മൂവ് ചെയ്യാം. അപ്പൊ ഓരോ മൊമെന്റിലും ഈ ട്രാൻസ്ഡ്യൂസറിന്റെയും മെറ്റീരിയലിന്റെയും ഇടയിലുള്ള ഈ കപ്ലന്റ് ലെയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റന്റ് തിക്നെസ് ആയിരിക്കില്ല. അതായത് കപ്ലൻസ് ചിലപ്പോൾ മിസ്സാവാം. ചില ഏരിയയിൽ എത്തുമ്പോൾ ജെല്ല് അധികം അവിടെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കപ്ലന്റ് ഇല്ലാത്ത ഏരിയയും ഉണ്ടാവാം. ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല ജെല്ലിന്റെ അല്ലെങ്കിൽ ആ ഒരു കപ്ലന്റ് ലെയറിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല കോണ്ടാക്ട് ടെസ്റ്റിംഗിലാണെങ്കിൽ. ബട്ട് ഇൻ ഇമ്മേർഷൻ ടെസ്റ്റിംഗ് എപ്പോഴും ഇതാ നമ്മുടെ ട്രാൻസ്ഡ്യൂസറും ടെസ്റ്റ് പീസും ഉള്ളത് ഈ വാട്ടർ പോലുള്ള ഈ ജെൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് പോലുള്ള കപ്ലന്റ് മീഡിയം എടുത്തേക്കുന്ന ബാത്തിനകത്ത്. ഇപ്പൊ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്, ഈ ഫിഗറിനകത്ത് കാണാം ഒരു ബാത്തിനകത്ത് നമ്മുടെ ടെസ്റ്റ് പീസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാൻസ്ഡ്യൂസർ എലമെന്റ് ഉണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് ഒരു ബാത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കപ്ലന്റ് മീഡിയത്തിനകത്താണ് ഉള്ളത്. ഇതെങ്ങനെ മൂവ് ചെയ്താലും ഇവരുടെ ഇടയിൽ കപ്ലൻസ് കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും ഉണ്ടാവും. സോ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. കപ്ലൻസ് എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ പ്രോബിനും ടെസ്റ്റ് പീസിനും ഇടയിൽ ഉണ്ടാവും, അല്ലെ. കോണ്ടാക്ട് ടെസ്റ്റിംഗിലാകുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. Then with immersion testing, an echo from the front surface of the part is seen in the signal, but otherwise signal interpretation is the same for the two techniques. Immersion ടെക്നിക്കിന്റെ പിന്നെ ഡിസ്പ്ലേ ഡിവൈസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഒറ്റ സിംഗിൾ പ്രോബ് തന്നെയാണ് ഇവിടെ. ഈ സിംഗിൾ പ്രോബ് ഞാൻ ഈ ടെസ്റ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഇപ്പോൾ കുറേ എക്കോസ് കാണുന്നുണ്ട്. നേരത്തേക്ക് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഇനീഷ്യൽ പൾസും ഒരു ബാക്ക് വാൾ എക്കോയും ഒരു ക്രാക്ക് എക്കോയും മാത്രം. പക്ഷെ ഇവിടെ നോക്കി, ഒരു ഇനീഷ്യൽ പൾസ് ഉണ്ട്, ഒരു ഫ്രണ്ട് വാൾ എക്കോ ഉണ്ട്, ഒരു ബാക്ക് വാൾ എക്കോ ഉണ്ട്. അടുത്ത മൊമെന്റിൽ ഈ ട്രാൻസ്ഡ്യൂസറിനെ ഞാൻ ഇവിടെ ഈ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ ക്രാക്ക് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇനീഷ്യൽ പൾസ് ഉണ്ട്, ഫ്രണ്ട് വാൾ എക്കോ ഉണ്ട്, ഡിഫക്റ്റ് എക്കോ ഉണ്ട്, ബാക്ക് വാൾ എക്കോ ഉണ്ട്. ഇത്രയും നേരം പഠിച്ചതിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം ഇപ്പൊ ഡിസ്പ്ലേ ഡിവൈസിൽ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫീച്ചർ എന്തെങ്കിലും കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും എക്കോ കയറി വന്നിട്ടുണ്ടോ?
ഫ്രണ്ട് വാൾ എക്കോ ഉണ്ട്. എന്തുകൊണ്ട്? ഫ്രണ്ട് വാൾ എക്കോ. അതെ, അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് പ്രോബ്, ഈ ടെസ്റ്റിംഗ് പ്രോബിൽ നിന്ന് അൾട്രാസോണിക് സൗണ്ട് ജനറേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഏത് മീഡിയത്തിലേക്കാണ് പോവുക? ഇവിടെ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് തിക്നെസ് ഉണ്ട് വാട്ടർ കോളത്തിന് അല്ലെ, നമ്മുടെ കപ്ലന്റിന്. അപ്പൊ ഇത് ആക്ച്വലി ഒരു സെപ്പറേറ്റ് മീഡിയം തന്നെയാണ്. അതായത് ഒന്നാമത്തെ മീഡിയം നമ്മുടെ പ്രോബ്, രണ്ടാമത്തെ മീഡിയം നമ്മുടെ കപ്ലന്റ്. കാരണം കപ്ലന്റും മെറ്റീരിയലും അല്ലെ നമ്മുടെ പ്രോബും മെറ്റീരിയലും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയം തന്നെയാണ്. സോ സെക്കൻഡ് മീഡിയം വെള്ളം, തേർഡ് മീഡിയം ആണ് നമ്മുടെ ടെസ്റ്റ് പീസ് അല്ലെ. ഇപ്പൊ ഫസ്റ്റ് ഒന്നാമത്തെ മീഡിയം പ്രോബിൽ നിന്നും സെക്കൻഡ് മീഡിയത്തിലേക്ക് ജസ്റ്റ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കറസ്പോണ്ടിങ് എക്കോ കിട്ടും. ദാറ്റ് ഈസ് ഇനീഷ്യൽ പൾസ് എക്കോ അല്ലെ. നേരത്തെ കോണ്ടാക്ട് ടെസ്റ്റിങ്ങിലാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് പീസ് ഇതാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഞാനൊരു പ്രോബും വെക്കുകയാണെങ്കിൽ ഈ പ്രോബിൽ നിന്നും ഒന്നാമത്തെ മീഡിയം, രണ്ടാമത്തെ മീഡിയം നമ്മുടെ ടെസ്റ്റ് പീസ്, പ്രോബിൽ നിന്നും ഈ മീഡിയത്തിൽ നിന്നും അടുത്ത മീഡിയത്തിലേക്ക് ജസ്റ്റ് കയറുമ്പോൾ ഉണ്ടാകുന്നതായിരുന്നു അവിടുത്തെ ഇനീഷ്യൽ പൾസ്. അതേപോലെ ഇവിടെ ഫസ്റ്റ് മീഡിയം പ്രോബാണ്, ബട്ട് സെക്കൻഡ് മീഡിയം നമ്മുടെ ടെസ്റ്റ് പീസ് അല്ല, സെക്കൻഡ് മീഡിയം കപ്ലന്റ് ആണ്. സോ കപ്ലന്റിലേക്ക് ജസ്റ്റ് എൻറ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഇനീഷ്യൽ പൾസ് കിട്ടും. ഇനി കപ്ലന്റിലൂടെ ഇറങ്ങി വന്ന് എന്നിട്ടാണ് നമ്മുടെ ടെസ്റ്റ് പീസിൽ എത്തുന്നുള്ളൂ അല്ലെ. തേർഡ് മീഡിയം ആണ് ടെസ്റ്റ് പീസ്. സോ നമുക്ക് നോക്കാം. ആദ്യം കപ്ലന്റിലൂടെ അല്ലെ നമ്മുടെ ട്രാൻസ്ഡ്യൂസറിന് കപ്ലന്റിലേക്ക് ജസ്റ്റ് എൻറ്റർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ പൾസ് ഉണ്ടായി, ഡിസ്പ്ലേ ഡിവൈസിൽ IP ഉണ്ടായി. ദെൻ ഇതിലേ മൂവ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോഴാണ് നമ്മുടെ ടെസ്റ്റ് പീസിന്റെ മുകളിൽ എത്തുന്നത്. ടെസ്റ്റ് പീസിന്റെ ഫ്രണ്ട് വാളിലെത്തി അല്ലെ, ഏറ്റവും മേലത്തെ വാൾ നമ്മൾ ഫ്രണ്ട് വാൾ എന്ന് പറയും. കുറച്ച് വേവ്സ് എന്ത് ചെയ്യും, ഇവിടുന്ന് തന്നെ അങ്ങ് റിഫ്ലക്ട് ചെയ്യും. ഒരു പ്രതലത്തിൽ തട്ടുമ്പോൾ ഒരു മീഡിയം ചേഞ്ച് ഉണ്ടാവുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ പാർട്ട് ഓഫ് സൗണ്ട് എനർജിയിലെ വേവ്സ് റിഫ്ലക്ട് ചെയ്യും, ഒരു പാർട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പൊ കുറച്ച് റിഫ്ലക്ട് ചെയ്ത് വരും. ആ റിഫ്ലക്ട് ചെയ്ത് വരുന്ന വാൾ എക്കോയാണ് ഫ്രണ്ട് വാൾ എക്കോ. ഫ്രണ്ട് വാളിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന എക്കോ. ദെൻ ബാക്കിയുള്ളത് മെറ്റീരിയലിലൂടെ കടന്നു പോകും, എന്നിട്ട് ബാക്ക് വാളിൽ തട്ടും. ബാക്ക് വാളിൽ തട്ടി ഇതേപോലെ തിരിച്ചു വന്ന് നമ്മുടെ പ്രോബിനകത്തേക്ക് എത്തും. ദാറ്റ് ഈസ് ബാക്ക് വാൾ എക്കോ. ഇനി ഞാൻ ഈ ട്രാൻസ്ഡ്യൂസറിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്തു, സെക്കൻഡ് പൊസിഷനിലേക്ക് ഇട്ടു. ഇപ്പൊ നമുക്ക് നോക്കാം, ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് നേരത്തെ പോലെ ജസ്റ്റ് നമ്മുടെ കപ്ലന്റിലേക്ക് കയറുമ്പോൾ ഇനീഷ്യൽ പൾസ് ഉണ്ടാവും. ഇത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനീഷ്യൽ പൾസ്. ദെൻ ആ ഇനീഷ്യൽ പൾസ് ഉണ്ടായി സൗണ്ട് വേവ് നമ്മുടെ മെറ്റീരിയലിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് സർഫസിൽ നിന്നും കുറച്ച് റിഫ്ലക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഫ്രണ്ട് വാൾ എക്കോ. ദെൻ മെറ്റീരിയലിലേക്ക് ഇറങ്ങി ചെല്ലും, ഡിഫക്റ്റിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഇയാള് ഇങ്ങോട്ടേക്ക് തന്നെ പ്രോബിലേക്ക് തന്നെ വരും. ദാറ്റ് ഈസ് ഡിഫക്റ്റ് എക്കോ. അതും കഴിഞ്ഞിട്ടാണ് ബാക്ക് വാൾ എക്കോ വരുന്നത് അല്ലെ, ഏറ്റവും താഴത്തെ സർഫസിൽ തട്ടിയിട്ട്. സോ ഒരു പുതിയ ഒരു എക്കോ ഉണ്ട്, ദാറ്റ് ഈസ് FWE അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് വാൾ എക്കോ എന്ന് പറഞ്ഞിട്ട് ഇമ്മേഴ്ഷൻ ടെസ്റ്റിങ്ങിനകത്ത് ഡിസ്പ്ലേ ഡിവൈസിനകത്ത് ഒരു അഡീഷണൽ എക്കോ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ പ്രോബും മെറ്റീരിയലും തമ്മിൽ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മീഡിയം ചേഞ്ച് വരുന്നതുകൊണ്ടാണ് മെറ്റീരിയലിന്റെ ഫ്രണ്ട് സർഫസിൽ തന്നെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, കുറച്ച് വേവ്സ് റിഫ്ലക്ട് ചെയ്ത് ബാക്കിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പ്രോബിലേക്ക് തന്നെ പോകുന്നത്. സോ ഇമ്മേഴ്ഷൻ ടെസ്റ്റിങ്ങിലെ ഇത് കാണുള്ളൂ. കോണ്ടാക്ട് ടെസ്റ്റിങ്ങിൽ ഫ്രണ്ട് വാൾ എക്കോ ഉണ്ടാവില്ല, ഇനീഷ്യൽ എക്കോയും ബാക്ക് വാൾ എക്കോയും ഡിഫക്റ്റ് എക്കോയും മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മെത്തേഡ് ഇസ് ഡ്യുവൽ ക്രിസ്റ്റൽ ടെസ്റ്റിംഗ് ടെക്നിക്. വാട്ട് ഈസ് മീൻ ബൈ ഡ്യുവൽ ടെക്നോളജി ഓർ ഡ്യുവൽ? എന്താ ഡ്യുവൽ എന്ന് വെച്ചാൽ എന്താ? നമ്മളെല്ലാം ഫോൺ ചിലപ്പോൾ ഡ്യുവൽ സിം ഉപയോഗിക്കുന്നല്ലേ ഫോണായിരിക്കും. ഡ്യുവൽ എന്ന് വെച്ചാൽ എന്താ? ഹലോ ഹലോ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ മോഡ്യൂള് സെയിം. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്യുവൽ എന്നുള്ള ടേമിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഡബിൾ അല്ലെങ്കിൽ രണ്ടെണ്ണം എന്നുള്ള അർത്ഥമാണ് അല്ലെ. നമ്മളിപ്പോൾ നമ്മുടെ ഫോണിൽ ഡ്യുവൽ സിം എന്ന് പറഞ്ഞാൽ 2 സിം ഇടാൻ പറ്റുന്ന സ്ലോട്ടുള്ള മൊബൈലാണ് എന്നുള്ളതാണ് ഡ്യുവൽ സിം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ എന്ന് പറയുന്നത്. സോ ഡ്യുവൽ എന്നുള്ള ടേം 2 എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ഡ്യുവൽ ക്രിസ്റ്റൽ ടെസ്റ്റിംഗ് ടെക്നിക്, 2 ക്രിസ്റ്റൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെസ്റ്റിംഗ് ടെക്നിക്. അപ്പോൾ ഇപ്പൊ ഇതിന് തൊട്ടും ആരോ പറഞ്ഞു ട്രാൻസ്മിറ്ററും റിസീവറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലേ, നമ്മൾ നേരത്തെ ഇത്രയും നേരം കണ്ട പ്രോബ് എന്ന് പറയുന്ന നേരത്തെ ഫിഗറിൽ, ആ പ്രാക്ടിക്കൽ ഫിഗറിനകത്തൊക്കെ ഒരു ബ്ലാക്ക് കളർ കേസിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കേസിങ്ങിന്റെ ഉള്ളിലാണ് നമ്മുടെ അൾട്രാസോണിക് സൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്നത്.
അപ്പോൾ അതിനകത്ത് രണ്ട് ക്രിസ്റ്റൽ മെറ്റീരിയൽ ആണുള്ളത്. ഡ്യുവൽ ക്രിസ്റ്റൽ ടെസ്റ്റിംഗ് ടെക്നിക്ക് ആണെങ്കിൽ ഇതേപോലെ ഒരു കേസിങ്ങിന്റെ ഉള്ളിൽ, ഈ കേസിങ്ങിന്റെ ഉള്ളിൽ എന്തുണ്ട്, രണ്ട് ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ രണ്ടാൾക്കും രണ്ട് ഫങ്ഷൻ ഉണ്ടാവും. ഇവിടുന്ന് ഇതിന്റെ വയറും കാര്യങ്ങളൊക്കെ ഇതിന്റെ കണക്ഷൻസിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ രണ്ട് ക്രിസ്റ്റൽസ് ഉണ്ട്. ഒന്ന് അൾട്രാസോണിക് സൗണ്ട് വേവിനെ ജനറേറ്റ് ചെയ്തിട്ട് മെറ്റീരിയലിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ്. പൾസ് എക്കോ മെത്തേഡിലെല്ലാം ഉപയോഗിക്കുന്ന പ്രോബില്ലേ, അൾട്രാസോണിക് സൗണ്ട് വേവിനെ ജനറേറ്റ് ചെയ്ത് മെറ്റീരിയലിലേക്ക് അയക്കുന്നത്. രണ്ടാമത്തെ ക്രിസ്റ്റൽ, ഇതാണ് ഒന്നാമത്തെ ക്രിസ്റ്റൽ, ഇത് രണ്ടാമത്തെ ക്രിസ്റ്റൽ. രണ്ടാമത്തെ ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്ന വേവിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസീവിങ് ക്രിസ്റ്റലാണ്. സോ ട്രാൻസ്മിറ്റിംഗ് ക്രിസ്റ്റലും റിസീവിങ് ക്രിസ്റ്റലും, അല്ലെങ്കിൽ രണ്ട് ക്രിസ്റ്റൽ മെറ്റീരിയലിനെ ഒരു റെഡ് കേസിങ്ങിനകത്ത്, ഒരു നല്ല ഉറപ്പുള്ള നല്ല സ്ട്രോങ് ഒരു റിജിഡ് കേസിങ്ങിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുന്ന പ്രോബുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഡ്യുവൽ ക്രിസ്റ്റൽ ടെസ്റ്റിംഗ് ടെക്നിക് മെത്തേഡ്. അപ്പൊ നമുക്കറിയാം ഡ്യുവൽ ക്രിസ്റ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ക്രിസ്റ്റൽ, രണ്ട് ക്രിസ്റ്റൽസ് ആണ്. അപ്പൊ രണ്ട് ക്രിസ്റ്റൽസിനും രണ്ട് സ്പെസിഫിക് ഫങ്ഷൻസ് വേണം. ഒന്നാമത്തെ ക്രിസ്റ്റല് സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്യാനാണെങ്കിൽ രണ്ടാമത്തെ ക്രിസ്റ്റല് സൗണ്ട് വേവിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ക്രിസ്റ്റൽ മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെയാണ് സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്യുക, എങ്ങനെ വേവ് ഉണ്ടാക്കുക? ഈ ക്രിസ്റ്റലിനെ ഉപയോഗിച്ചിട്ട് എനിക്കൊരു വേവ് ഉണ്ടാക്കണം, എന്താ ചെയ്യണ്ടേ? എങ്ങനെയാ ഈ ഒരു സ്റ്റേഷനറി എലമെന്റ് ഉപയോഗിച്ചിട്ട് എനിക്കൊരു വേവ് ഉണ്ടാക്കാൻ പറ്റും? എടാ സൗണ്ടിൽ പറ, ഒന്നും കേൾക്കുന്നില്ല. സർട്ടൻ ക്രിസ്റ്റൽസിൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ആക്സിസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു അതിൻ്റെ പെർമനന്റ് ആക്സിസിലൂടെ അത് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യും അല്ലെ, വൈബ്രേഷൻ. സോ വേവ് ഉണ്ടാക്കാൻ ഈ ക്രിസ്റ്റൽ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വേവ് ഉണ്ടാക്കാൻ ഇതിലേക്ക് വൈബ്രേഷൻ എത്തിച്ചാൽ മതി. അപ്പൊ ചില മെറ്റീരിയൽ ഉണ്ട്, നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മെക്കാനിക്കൽ മോഷൻ കിട്ടുന്ന ചില മെറ്റീരിയൽസിനെ പറ്റിയൊക്കെ നമുക്കറിയാം. നമുക്ക് അതൊക്കെ പഠിക്കാനുണ്ട്, പ്രോബിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് വേവ് ഉണ്ടാക്കണമെങ്കിൽ ഇതിന് വൈബ്രേഷൻ കിട്ടണം. വൈബ്രേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കറണ്ട് സോഴ്സിൽ നിന്ന് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ക്രിസ്റ്റലിലേക്ക് കൊടുക്കുമ്പോൾ ഇയാൾ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും, ഈ ക്രിസ്റ്റല് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ ഫ്രീക്വൻസി എബോവ് 20 കിലോ ഹെർട്സ് ആണെങ്കിൽ അതിന്റെ തന്നെ അസോസിയേറ്റ് ചെയ്യുന്ന വേവിനും 20 കിലോ ഹെർട്സ് എബോവ് ഫ്രീക്വൻസി ഉണ്ടാവും. ദാറ്റ് ഈസ് അൾട്രാസോണിക് സൗണ്ട് വേവ് ആവും. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് രണ്ട് ക്രിസ്റ്റലും ഞാൻ ഒരുമിച്ചാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന് വൈബ്രേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്തെ ക്രിസ്റ്റലും വൈബ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ വേവ്, ഇതിന്റെ തന്നെ ജനറേറ്റ് ചെയ്യുന്ന വേവ് ഇങ്ങോട്ടും പോവും, ഇവിടുന്ന് പുറത്തേക്കും പോവും, മേലോട്ടേക്കും എല്ലാ ഭാഗത്തേക്കും വേവ് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെ. നമുക്ക് ആകെ കൂടെ വേവ് എങ്ങോട്ടേ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടുള്ളൂ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടുള്ളൂ, ഈ ഭാഗത്തേക്ക് മാത്രം. അതായത് നമ്മുടെ പ്രോബിന്റെ അടിഭാഗത്ത് മാത്രമേ നമുക്ക് വേവിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടുള്ളൂ. ഇവിടെ ക്രിസ്റ്റൽ ഉണ്ട്, ഓക്കെ, ഈ ക്രിസ്റ്റലിനെ ഞാൻ വൈബ്രേറ്റ് ചെയ്യിക്കുന്നുണ്ട് കറണ്ടൊക്കെ ഉപയോഗിച്ചിട്ട്. പക്ഷെ ഇതിന്റെ വൈബ്രേഷൻ എനിക്ക് ഒറ്റൊരു ഡയറക്ഷനിലേക്ക് ആവശ്യമുള്ളൂ, മെറ്റീരിയലിലേക്ക് മാത്രമാണ് മാക്സിമം വൈബ്രേഷനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അതർ സൈഡിലേക്കുള്ള വൈബ്രേഷൻസിനെയൊക്കെ എന്ത് ചെയ്യണം, ഞാൻ ഒഴിവാക്കണം അല്ലെ. അപ്പോൾ ഇവിടുന്ന് സെക്കൻഡ് ക്രിസ്റ്റലിലേക്ക് ചിലപ്പോൾ വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം. ആ ഒരു ട്രാൻസ്മിഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നടുക്കൊരു എലമെന്റ് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് എൻ അക്കോസ്റ്റിക് ബാരിയർ. അക്കോസ്റ്റിക് ബാരിയർ എന്ന് വെച്ചാൽ റെസിസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള, അക്കോസ്റ്റിക് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലെ. അക്കോസ്റ്റിക് ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് വേവിനെ കടത്തി വിടാത്ത എലമെന്റുകളെയാണ് അക്കോസ്റ്റിക് ബാരിയർ എലമെന്റ്സ് എന്ന് പറയാം. സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള എലമെന്റ്സ്, അല്ലെ, വേവിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റ്. സോ ഈ ക്രിസ്റ്റൽ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്ത് നല്ല അൾട്രാസോണിക് സൗണ്ട് റേഞ്ചിൽ വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൈബ്രേഷൻ ഇവിടെ ഒരു ബാരിയർ വെച്ചതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരൂല. പിന്നെ സാധ്യത എങ്ങോട്ടാ, മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, സൈഡിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ക്രിസ്റ്റലിന്റെ മേലത്തെ ഭാഗത്ത് നോക്കാം, അവിടെയുണ്ട് ഒരു അക്കോസ്റ്റിക് ബാരിയർ എലമെന്റ്. അപ്പോൾ മേലോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഫിഗർ ഇപ്പുറത്തുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഒരു ക്രിസ്റ്റൽ മെറ്റീരിയൽ ഇതാ ഒന്ന്, തൊട്ടിപ്പുറത്ത് സെക്കൻഡ് വൺ, രണ്ട്. ഇതിന്റെ മേലെയും സൈഡിലൊക്കെ ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇതെല്ലാം അക്കോസ്റ്റിക് ബാരിയർ എലമെന്റ്സ് വെച്ചിട്ട് സൗണ്ട് വേവിന്റെ ട്രാൻസ്ഫർ എല്ലാ ഭാഗത്തേക്കും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇനി ആകെ കൂടെ എങ്ങോട്ടേ ട്രാൻസ്ഫർ ഉള്ളൂ, ഈ ഒന്നാമത്തെ മെറ്റീരിയലിൽ നിന്ന് താഴോട്ടേക്ക് മാത്രമേ സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്ത് പോകുള്ളൂ. അതായത് ചുറ്റിലും അക്കോസ്റ്റിക് ബാരിയർ എലമെന്റ്സ് പ്ലേസ് ചെയ്യും. നമ്മുടെ ക്രിസ്റ്റലിന്റെ ഫുള്ള് ഔട്ടർ സർഫസിൽ ഒരു സൈഡ് ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തേക്കുള്ള ട്രാൻസ്മിഷനും അക്കോസ്റ്റിക് ബാരിയർ എലമെന്റ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴോട്ടേക്ക് മാത്രമേ സൗണ്ട് വേവ് പോകുള്ളൂ.
ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ് വെച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് മെത്തേഡിനെയാണ് ഡ്യുവൽ ക്രിസ്റ്റൽ ടെസ്റ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡ്യുവൽ ക്രിസ്റ്റൽ ടെസ്റ്റിംഗ് ടെക്നിക്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് ഇപ്പൊ സൗണ്ട് വേവ് വരുന്നുണ്ട്, സൗണ്ട് വേവ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ജനറേറ്റ് ചെയ്ത് ചെറിയൊരു ആംഗിളിലാണ് മെറ്റീരിയലിലേക്ക് അയക്കുന്നത്. എന്തിനാ അങ്ങനെ ആംഗിളിൽ അയക്കുന്നത്? റിഫ്ലക്ട് ചെയ്ത് രണ്ടാമത്തെ റിസീവിംഗ് ക്രിസ്റ്റലിലേക്ക്. യെസ്, രണ്ടാമത്തെ ക്രിസ്റ്റലിലേക്ക് ഈ റിഫ്ലക്ട് ചെയ്ത് വരണമെങ്കിൽ, ഡയറക്റ്റ് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് വരണമെങ്കിൽ ചെറിയൊരു ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്കറിയാം, ഒരു ഇൻസിഡന്റ് ബീം ഒരു സർഫസിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അല്ലെ ഹിറ്റ് ചെയ്യുമ്പോൾ ഈ നോർമലായിട്ട് മേക്ക് ചെയ്ത ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ തന്നെയാണ് ഇവിടുന്ന് തിരിച്ച് റിഫ്ലക്റ്റും ചെയ്യുക, അല്ലേ? അപ്പൊ ഇവിടുന്ന് കുത്തനെയാണ് സൗണ്ട് വേവ് വന്നതെങ്കിൽ നമുക്കറിയാം മീഡിയം ചേഞ്ച് വരുമ്പോൾ റിഫ്രാക്ഷൻ ഉണ്ടാവും, ഒബ്വിയസ്ലി റിഫ്രാക്ഷൻ ഉണ്ടാവും. റിഫ്രാക്ഷൻ ഒന്നും ഇല്ലാതെ 90 ഡിഗ്രിയിലാണ് ലൈറ്റ് വന്ന് വീണതെങ്കിൽ അല്ലെങ്കിൽ സൗണ്ട് വേവ് വന്ന് വീഴുന്നതെങ്കിൽ അതേ 90 ഡിഗ്രിയിൽ തന്നെയാണ് റിഫ്ലക്ഷനും നടക്കുക. അതായത് റിഫ്ലക്ഷനും തിരിച്ച് അതേ മെറ്റീരിയൽ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വേവും സെയിം മെറ്റീരിയലിലേക്കാണ് പോവുക. പക്ഷെ നമുക്ക് എത്തേണ്ടത് എവിടെയാണ്? ഈ സെക്കൻഡ് ക്രിസ്റ്റലിലേക്കാണ് റിഫ്ലക്റ്റഡ് വേവ് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവിനെ ചെറിയൊരു ആംഗിൾ ഫോം ചെയ്തിട്ടാണ് മെറ്റീരിയലിലേക്ക് അയക്കുക. അതുകൊണ്ട് തന്നെ അതേ ആംഗിളിൽ തന്നെ റിഫ്ലക്ഷൻ നടക്കും, അപ്പൊ നമ്മുടെ ക്രിസ്റ്റലിലേക്ക് എത്തും. ഓക്കെ, ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, പിന്നെ മെറ്റീരിയൽ തിക്നെസ് ഹെവി തിക്നെസ് ആണ്. ഇതിലിപ്പോ ഒരു ചെറിയ തിക്നെസ് മാത്രമേ ഉള്ളൂ. അതായത് മെറ്റീരിയൽ തിക്നെസ് എന്ന് പറയുന്നത് ഇത്രയും തിക്നെസ്സേ ഉള്ളൂ. നേരെ കുറച്ച് വലിയ തിക്നെസ് ഉള്ള വലിയ ഹെവി തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ ആവുമ്പോ ഈ ഡ്യുവൽ ക്രിസ്റ്റൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല ഇത് തന്നെ മതിയോ നോക്കാം. ഞാനിവിടെ ഈ ഡ്യുവൽ ക്രിസ്റ്റൽ പ്രോബിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വലിയ മെറ്റീരിയൽ ഇവിടെ പറയുന്നത് ഒന്ന് റേസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഡ്യുവൽ ക്രിസ്റ്റൽ പ്രോബ്, അതൊരു ഡ്യുവൽ ക്രിസ്റ്റൽ പ്രോബാണ്. കാരണം 2 ക്രിസ്റ്റൽസിന്റെ ബാക്കി സൈഡെല്ലാം അക്കോസ്റ്റിക് ബാരിയർ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതോട്ട് ഒരു വലിയ പീസ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് ഒന്നാമത്തെ ക്രിസ്റ്റൽ ഇതാണ്, ഇയാളാണ് രണ്ടാമത്തെ ക്രിസ്റ്റൽ. ഇതിനകത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വേവിനെ ചെറിയ ആംഗിളിൽ ഞാനിങ്ങനെ അയക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തി ഇതേ ആംഗിളിൽ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും അല്ലേ. റിഫ്ലക്ട് ചെയ്തിട്ട് ഇവിടെയാ റിഫ്ലക്ട് ചെയ്ത വേവ് പോയി വീണേ അല്ലേ. ബട്ട് നമ്മുടെ റിസീവർ യൂണിറ്റ് അല്ലെ റിസീവിംഗ് ക്രിസ്റ്റൽ എവിടെയാ ഉള്ളത്? ഇവിടെയാ ഉള്ളത് അല്ലേ. അപ്പൊ ഇത് ഈ പരിപാടി ശരിയാവോ? ഇല്ല. അപ്പോ ഈ ഡ്യുവൽ ക്രിസ്റ്റൽ പ്രോബ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്മോൾ തിക്നെസ് ഉള്ള മെറ്റീരിയലിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റും കൂടി വരച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതേ ആംഗിൾ വന്ന് ജസ്റ്റ് നമ്മുടെ മെറ്റീരിയലിന്റെ താഴെ തട്ടി ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് പോയാൽ അതേ ആംഗിൾ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോയാൽ സെക്കൻഡ് ക്രിസ്റ്റലിലേക്ക് എത്തും. ഇപ്പൊ ഹെവി തിക്നെസ് ഉള്ള അല്ലെങ്കിൽ ബൾക്ക് തിക്നെസ് ഉള്ള അല്ലെങ്കിൽ ബൾക്ക് എലമെന്റ്സിൽ നമുക്ക് ഡ്യുവൽ ക്രിസ്റ്റൽ ടെസ്റ്റിംഗ് ടെക്നിക്ക് വെച്ചിട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ റിസീവിംഗ് യൂണിറ്റും അതേപോലെ ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റും അല്ലെ റിസീവിംഗ് ക്രിസ്റ്റലും ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റും നിയർ ബൈ ഏരിയയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ കേസിങ്ങിന്റെ ഉള്ളിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവ് എന്തായിരിക്കും? നമ്മുടെ സർഫസിൽ നിന്നും ഒരുപാട് ദൂരെയായിരിക്കും പോയി വരിക. അപ്പോൾ അതിനെ നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡ്യുവൽ ക്രിസ്റ്റൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. So what is dual crystal probe? It is a probe consisting of 2 independently operated elements in a single housing. ഒരു സിംഗിൾ യൂണിറ്റിന്റെ ഉള്ളിൽ തന്നെ 2 ക്രിസ്റ്റൽ മെറ്റീരിയൽ അല്ലെ. One of the 2 elements transmit while other receive the ultrasonic signal. രണ്ടിന്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അൾട്രാസോണിക് സൗണ്ട് വേവിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റേ ആള് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ആള് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് കോഴ്സ് ഗ്രൈൻഡ് മെറ്റീരിയൽസ്, യൂസ്ഫുൾ ഫോർ തിക്നെസ് മെഷർമെന്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറിയ തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ഈ ടെസ്റ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നാരോ തിക്നെസ് ഉള്ള അല്ലെങ്കിൽ ചെറിയ തിക്നെസ് ഉള്ള മെറ്റീരിയലിലേക്ക് ഈ തിക്നെസ് കണ്ടുപിടിക്കാനും ചിലപ്പോൾ ഈ ടെസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കും. എങ്ങനെ തിക്നെസ് കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇവിടെ ഒരു പ്രോബ് ഉണ്ട്. ഈ പ്രോബിന്റെ ജനറേറ്റ് ചെയ്യുന്ന സൗണ്ടിന്റെ വെലോസിറ്റി എനിക്കറിയാമെങ്കിൽ ഇതിന്റെ തിക്നെസ് എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി അറിയാം. ഈ തിക്നെസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക?
വെലോസിറ്റി പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം നമുക്ക് എവിടുന്ന് കിട്ടും? ഡിസ്പ്ലേ ഡിവൈസ് കിട്ടും. അപ്പോ ഈ സൗണ്ട് സഞ്ചരിച്ച ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഇറ്റ് ഈസ് വെലോസിറ്റി ഇൻടു ടൈം അല്ലേ? അപ്പോ ചെറിയ നാരോ തിക്നെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാരോ തിക്നെസ് ഉള്ള മെറ്റീരിയലിലാണ് ഈ ടെസ്റ്റിംഗ് പ്രോബ് ഉപയോഗിക്കുക. ഈ പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തിക്നെസിന്റെ അല്ലെങ്കിൽ ആ ഒരു കോട്ടിങ്ങിന്റെ ഒക്കെ തിക്നെസ് കണ്ടുപിടിക്കാനും ഉപയോഗിക്കും. Then two elements are angled towards each other to create a crossed beam sound path. ഇതിനകത്തുള്ള രണ്ട് ക്രിസ്റ്റൽ മെറ്റീരിയലും ചെറിയൊരു ഇൻക്ലിനേഷനിലാണ് വെക്കുക. അതെന്തിനാ ഇൻക്ലിനേഷനിൽ വെക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. റിഫ്ലക്ട് ചെയ്തിട്ട് സെക്കൻഡ് ക്രിസ്റ്റലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇൻക്ലിനേഷൻ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. ഒരു ക്രോസ്ഡ് ബീം പാത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി അടുത്താണ് ആംഗിൾഡ് ബീം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ സ്ട്രെയിറ്റ് ബീം ടെക്നിക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഡ്യുവൽ ക്രിസ്റ്റൽ ടെസ്റ്റിംഗ് ടെക്നിക്കിനെ നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മൾ പറഞ്ഞു ഇതിനകത്തൊരു ചെറിയ ഇൻക്ലിനേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിസ്റ്റൽസിനെ പ്ലേസ് ചെയ്യുക. ഒന്നാമത്തെ ക്രിസ്റ്റലിനെയും രണ്ടാമത്തെ ക്രിസ്റ്റലിനെയും ചെറിയ ഫേസ് ടു ഫേസ് ചെറിയൊരു ഇൻക്ലിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് മെറ്റീരിയൽ തട്ടി റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ചെറിയൊരു ആംഗിൾ കൊടുക്കണം. അങ്ങനെ റിഫ്ലക്ട് ചെയ്താൽ മാത്രമേ സെക്കൻഡ് ക്രിസ്റ്റലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ആംഗിൾ കൊടുക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് അയക്കുന്ന പ്രോബുകളുണ്ട്. അതിനെയാണ് സ്ട്രെയിറ്റ് ബീം ടെസ്റ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. In normal beam or straight beam testing technique, the sound beam is introduced into the test article at 90 degree to the surface. മെറ്റീരിയലിന് നോർമൽ ആയിട്ടാണ് സൗണ്ട് വേവിനെ പാസ് ചെയ്യുക. This technique measures the location of defect by measuring time required for transmission to receiving procedure. ഇതാണ് ടെസ്റ്റിംഗ് മെത്തേഡ്, സ്ട്രെയിറ്റ് ബീം ടെസ്റ്റിംഗ് മെത്തേഡ്. ഇതിലെ പ്രോബ് എന്ന് പറയുന്ന യൂണിറ്റ്, ഇവിടെ ഒരു ടെസ്റ്റ് പീസ് ഉണ്ട്. ഇതിന്റെ മുകളിൽ ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ഇയാളാണ് പ്രോബ്. ഇതിനകത്ത് പ്രോബും ഈ ട്രാൻസ്ഡ്യൂസറിന്റെ ഉള്ളില് പ്രോബ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റിംഗ് യൂണിറ്റും റിസീവിംഗ് യൂണിറ്റും സെയിം ആയിരിക്കും. നേരത്തെ പോലെ ഡബിൾ ക്രിസ്റ്റൽ ഒന്നും ഉണ്ടാവില്ല, സിംഗിൾ ക്രിസ്റ്റൽ ആയിരിക്കും. അയാൾക്ക് ഒരേ സമയം ഇയാളെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ക്രിസ്റ്റൽസ് ആയിരിക്കും ഈ പ്രോബിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇവരുടെ പ്രത്യേകത നോർമൽ ബീമാണ് അല്ലെ. നമ്മുടെ ടെസ്റ്റ് പീസിലേക്ക് സൗണ്ട് വേവിനെ 90 ഡിഗ്രിയിൽ അയക്കുക, അതേപോലെ റിഫ്ലക്ട് ചെയ്തിട്ട് 90 ഡിഗ്രി തന്നെ തിരിച്ചു വരിക. നമുക്കറിയാം ഒരു സർഫസിന്റെ മുകളിൽ എത്ര ആംഗിളിലാണോ വന്ന് വീഴുന്നത്, ഇൻസിഡന്റ് ചെയ്യുന്നത്, അതേ ആംഗിളിലാണ് റിഫ്ലക്ട് ചെയ്യുക. ഇപ്പൊ 90 ഡിഗ്രിയിലാണെങ്കിൽ തിരിച്ചും 90 ഡിഗ്രി തന്നെ. സോ ഒരു 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ നോർമൽ ഡയറക്ഷനിൽ മെറ്റീരിയലിലേക്ക് സൗണ്ട് വേവിനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതേ 90 ഡിഗ്രിയിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്നതിനെ റിസീവ് ചെയ്യുകയും ചെയ്യുന്ന എലമെന്റിനെയാണ് നമ്മൾ എന്താ പറയുക, സിംഗിൾ ക്രിസ്റ്റൽ പ്രോബ് അല്ലെങ്കിൽ നോർമൽ ബീം പ്രോബ് എന്ന് പറയാം. ഈ പ്രോബിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്രിസ്റ്റൽ യൂണിറ്റ് ആണ്. അയാളുടെ ഫംഗ്ഷൻ എന്താണ്? ബോത്ത് ട്രാൻസ്മിഷൻ ആൻഡ് റിസീവിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയിലായിരിക്കും, 90 ഡിഗ്രിയിൽ തിരിച്ചു വരും. ഇവിടെ നമുക്ക് മെറ്റീരിയൽ തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് മെറ്റീരിയൽ തിക്നെസ് കണ്ടുപിടിക്കുക? ഇതിന്റെ വെലോസിറ്റി അറിയാമെങ്കിൽ നേരത്തെ സെയിം പരിപാടി നമ്മുടെ സ്ക്രീനിൽ നിന്നും ടൈം എത്രയാണെന്ന് നോക്കുക. സോ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. അത് ഇപ്പോൾ ക്രാക്ക് ഒന്നും ഇല്ലാത്ത കണ്ടീഷനിലാണെങ്കിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ തിക്നെസ്. മെറ്റീരിയൽ തിക്നെസ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് വെലോസിറ്റിയും ഇതിന്റെ ടൈം പീരീഡിന്റെ പകുതിയും തമ്മിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ക്രാക്ക് ഉണ്ടെങ്കിൽ നേരത്തെ പോലെ ഒരു ഇനീഷ്യൽ പൾസും ഒരു ബാക്ക് വാൾ എക്കോയും ഒരു ക്രാക്ക് എക്കോയും ഉണ്ടാവും. ഇത് സ്ട്രെയിറ്റ് ബീം ആണെന്ന് പറയാൻ കാരണം ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ദെൻ സ്ട്രെയിറ്റ് ബീം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ആംഗിൾ ബീം ഉണ്ടാവും. നമ്മളൊരു ആംഗിൾ ബീം പറഞ്ഞു, ഡ്യുവൽ ക്രിസ്റ്റൽ ടെസ്റ്റിംഗ് ടെക്നിക് ഈസ് ആൻ ആംഗിൾ ബീം ടെക്നിക്. അതിനകത്ത് നമ്മൾ ചെറിയ ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷെ ചെറിയ ഡെപ്തിലുള്ള അല്ലെങ്കിൽ നാരോ തിക്നെസ് ഉള്ള മെറ്റീരിയൽ മാത്രമേ ഈ ഡ്യുവൽ ക്രിസ്റ്റൽ പ്രോബ് ഉപയോഗിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് പോലെ ഹെവി തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ ടെസ്റ്റിംഗ് നടത്തുക? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ആംഗിൾ ബീം ടെസ്റ്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ ബീം ടെസ്റ്റിംഗ് ടെക്നിക്കിൽ നമുക്ക് നോക്കാം. In an angle beam testing technique, the sound beam is introduced into the test article at some angle other than 90 degree. 90 degree ആണെങ്കിൽ that is normal beam testing technique അല്ലെങ്കിൽ straight beam testing technique. 90 അല്ലാത്ത എന്തെങ്കിലും ഒരു ആംഗിളിൽ നമ്മുടെ സൗണ്ട് വേവിനെ മെറ്റീരിയലിലേക്ക് പാസ് ചെയ്യുന്നതാണ് ആംഗിൾ ബീം ടെസ്റ്റിംഗ് ടെക്നിക് അല്ലെ. സോ റിഫ്രാക്റ്റഡ് ബീം ഈസ് യൂസ്ഡ് ഫോർ ഇൻസ്പെക്ഷൻ. നോക്കാം, ഫിഗർ നോക്കാം. ഇവിടെ ഒരു ടെസ്റ്റ് പ്രോബ് ഉണ്ട്, അൾട്രാസോണിക് പ്രോബ് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഓൾറെഡി ക്രിസ്റ്റൽ മെറ്റീരിയൽ തന്നെ ഒരു ചെറിയ ഇൻക്ലിനേഷനിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നിന്ന് സൗണ്ട് വേവ് വരുന്നു, ഒരു മീഡിയത്തിൽ നിന്ന് സെക്കൻഡ് മീഡിയത്തിലേക്ക് വരുമ്പോൾ ഒരു റിഫ്രാക്ഷൻ ഉണ്ടാവും, ആംഗിള്
ഒരു തീറ്റ ആർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സൗണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. സൗണ്ട് പാസ് ചെയ്ത് ഒരു ക്രാക്കിൽ തട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടാവും റിഫ്ലക്ഷൻ ഉണ്ടാവും. റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാ? ഈ ആംഗിൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ ക്രാക്കുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണോ, ഇപ്പൊ ക്രാക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഞാനിപ്പോ വരച്ച പോലെയാണ് ക്രാക്ക് എങ്കിൽ ഇവിടെ തട്ടിയിട്ട് സെയിം ആംഗിളിൽ റിഫ്ലക്ട് ചെയ്ത് ഈ സർഫസിൽ പോകും അല്ലേ. ഇനിയല്ല ഇവിടെ ഇപ്പോ ഇതാണ് ക്രാക്ക് എങ്കിൽ, ഞാനിപ്പോ വരച്ചാണ് ക്രാക്ക് എങ്കിലോ, ക്രാക്കിന്റെ സർഫസുമായിട്ട് സൗണ്ട് പാത്തിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പൊ അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ബാക്കിലേക്ക് പോകും അല്ലെ. അപ്പൊ ഇതിനകത്ത് തന്നെ റിസീവർ യൂണിറ്റും ട്രാൻസ്മിഷൻ യൂണിറ്റും ഉണ്ടെങ്കിൽ ഇയാൾ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റിൽ നൽകിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ഇതാണ് കണ്ടീഷനെങ്കിൽ, ഇതാണ് ഞാനിപ്പോ പറഞ്ഞത്, ഒരു ആംഗിൾഡ് ബീം പ്രോബ്ലം നമ്മുടെ കയ്യിലുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു തീറ്റ ആംഗിളിലാണ് സൗണ്ട് വേവ് വരുന്നത്, ബട്ട് മീഡിയം ചേഞ്ച് ആകുന്നതുകൊണ്ട് ഒരു റിഫ്രാക്ഷൻ നടക്കുന്നു തീറ്റ ആർ. അപ്പൊ ഇവിടെയും ക്രാക്ക് ഒന്നുമില്ല. അപ്പം എന്ത് ചെയ്യും, മെറ്റീരിയലിന്റെ ഏറ്റവും ലോവർ സർഫസിൽ ഹിറ്റ് ചെയ്യും, അവിടുന്ന് റിഫ്ലക്ട് ചെയ്യും, സെയിം ആംഗിൾ റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ട് ചെയ്തിട്ട് ഈ സർഫസിൽ ഇവിടെ വരിക. അപ്പൊ നമ്മൾ റിസീവിങ് യൂണിറ്റ് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ പ്ലേസ് ചെയ്യേണ്ടി വരും അല്ലെ, എന്നാലല്ലേ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. അപ്പോൾ ആംഗിൾ ബീം ടെസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇതിനകത്ത് നിന്ന് വരുന്ന സൗണ്ട് വേവ് 90 ഡിഗ്രി അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ആംഗിളിലായിരിക്കും നമ്മുടെ ടെസ്റ്റ് പീസിലേക്ക് കയറുക. അപ്പൊ ടെസ്റ്റ് പീസിലേക്ക് കയറുമ്പോൾ മീഡിയം ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഒരു റിഫ്രാക്ഷനും കൂടി നടക്കും, കുറച്ചുകൂടി ബെൻഡ് ചെയ്യും. അപ്പോൾ റിഫ്രാക്റ്റഡ് ആംഗിളിലായിരിക്കും സൗണ്ട് വേവ്സ് പാസ് ചെയ്യുക. അപ്പോൾ സൗണ്ട് വേവ്സ് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ ആ ക്രാക്കിന്റെ സർഫസുമായിട്ട് എത്ര ആംഗിൾ ആണോ ഇയാൾ ഇൻസിഡന്റ് ചെയ്യുന്നത് അതേ ആംഗിളിൽ തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഇനി ക്രാക്ക് ഒന്നും ഇല്ലെങ്കിൽ ബാക്ക് സർഫസിൽ തട്ടിയിട്ട് ഈ ഫിഗറിലുള്ളത് പോലെ ഇതേപോലെ റിഫ്ലക്ട് ചെയ്യും. എന്തോ ആയിക്കോട്ടെ, ഇതെങ്ങനെ പോയാലും ഇതിനകത്ത് നമുക്ക് കൃത്യമായ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒന്നാമത്തെ ഫിഗർ നോക്കാം, നമുക്ക് ഇവിടെ ഒരു വഴിയിൽ ഒരു ക്രാക്ക് ഉണ്ട്. ആ ക്രാക്കിന് നോർമൽ ആയിട്ടാണ് സൗണ്ട് വേവ്സ് വന്ന് വീഴുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയേണ്ടത് ഈ ക്രാക്ക് സർഫസിൽ നിന്നും എത്ര ഡെപ്തിലാണുള്ളത്, ഡെപ്ത് ഡീറ്റെയിൽസ് വേണം. മാത്രം പോരാ, ഈ പ്രോബ് വെച്ച സ്ഥലത്ത് നിന്നും പ്രോബിൽ നിന്നും എത്ര ദൂരം ലാറ്ററൽ ഡിസ്റ്റൻസ് എത്ര മാറിയിട്ടാണ്, അല്ലെ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്ര മാറിയിട്ടാണ് ഉള്ളതെന്നും വേണം. എനിക്ക് ആകെ അറിയേണ്ടത് ടെസ്റ്റ് പീസിൽ ക്രാക്ക് ഉണ്ടോ എന്ന് മാത്രമല്ല, ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, ക്രാക്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് വേണം. അപ്പൊ ഈ ഒരു ഫിഗർ പ്രകാരം എനിക്കിപ്പോ ഇവിടെ ഒരു ക്രാക്ക് നമുക്ക് കാണാം. ഇവിടെ ഒരു വൈറ്റ് കളർ ക്രാക്ക് ഉണ്ട്. ഈ ക്രാക്ക് എത്ര ഡെപ്തിലാണ് എന്ന് എനിക്കറിയണം. അതേപോലെ ഞാനിപ്പോ പ്രോബ് വെച്ച സ്ഥലത്തിന്റെ നേരെ താഴെയാണോ ഉള്ളത്, അല്ല പ്രോബിൽ നിന്നും കുറച്ച് ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മാറിയിട്ടാണോ ഉള്ളത്, അതൊക്കെ അറിയണം. അതായത് സർഫസ് ഡിസ്റ്റൻസ് അറിയണം, ഡെപ്തും അറിയണം. എന്റെ കയ്യിൽ ആകെ കൂടെ ഉള്ളത് ഒന്ന് ഇതിനകത്തുള്ള ആംഗിൾ അറിയാം. ഈ ഒരു പ്രോബ് ഉപയോഗിച്ച് ഞാനൊരു ടെസ്റ്റ് പീസ്, ഒരു അയണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് പീസ്, ഒരു വുഡൻ മെറ്റീരിയലോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോബ് ക്രിയേറ്റ് ചെയ്യുന്ന തീറ്റ ആർ എനിക്ക് അറിയാമെന്ന് വെച്ചോ. എന്റെ കയ്യിൽ തീറ്റ ആർ ഉണ്ട്, റിഫ്രാക്റ്റഡ് ആംഗിൾ എനിക്കറിയാം. അതേപോലെ ഇയാൾ ജനറേറ്റ് ചെയ്യുന്ന സൗണ്ട് വേവിന്റെ വെലോസിറ്റി എനിക്കറിയാം. അപ്പോ കണ്ടുപിടിക്കേണ്ടത് ഡെപ്തും വേണം, ഈ സർഫസ് ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെയാ അത് കണ്ടുപിടിക്കാൻ പറ്റുക? ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടല്ലേ, ക്രാക്കിന്റെ ഓറിയന്റേഷൻ നോക്കിയേ, ഇങ്ങനെ കുത്തനെയുള്ള, അല്ലെങ്കിൽ സൗണ്ട് വേവിന് ഒരു 90 ഡിഗ്രി പോലെയുള്ളത്. അത് ഈ ക്രാക്കിൽ തട്ടിയിട്ട് സൗണ്ട് വേവ് എന്ത് ചെയ്യും, അതേ 90 ഡിഗ്രിയിൽ തിരിച്ച് ഇങ്ങോട്ടേക്കും പോകല്ലേ, ഇങ്ങോട്ടേക്കും പോകും. ഇയാൾ തന്നെ അതിനെ റിസീവ് ചെയ്യും, എന്നിട്ട് കറസ്പോണ്ടിങ് എക്കോസ് ഒക്കെ കാണിക്കും. എന്റെ കയ്യിൽ ആകെ കൂടെ ഉള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഈ തീറ്റ ആറും ഈ വിയും ആണ്. ഇത് രണ്ടും വെച്ചിട്ട് എനിക്ക് ഡെപ്തും സർഫസ് ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ ഒരു ഹിന്റ് ഞാൻ ഇട്ടുതരാം. അത് ഇവിടുന്ന് സൗണ്ട് വേവ് പ്രോബിൽ നിന്നും വന്ന് തീറ്റ ആർ മെയിൻറ്റെയിൻ ചെയ്ത് റിഫ്രാക്ട് ചെയ്ത്, അതായത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ തട്ടി തിരിച്ച് നോർമൽ ആയതുകൊണ്ട്, അതായത് ക്രാക്കിന് 90 ഡിഗ്രിയിലാണ് വന്ന് വീണത്, അതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ പോയി ഈ മെറ്റീരിയൽ തന്നെ അതിനെ റിസീവ് ചെയ്ത് കറസ്പോണ്ടിങ് ഡിഫക്റ്റ് എക്കോ എനിക്ക് കിട്ടും. ഡിഫക്റ്റ് എക്കോ ഒക്കെ എടുക്കുന്ന ടൈം എനിക്ക് എവിടെ കിട്ടും? ഡിസ്പ്ലേ യൂണിറ്റ് കിട്ടൂലേ?
ഓക്കെ, അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ 3 ഡീറ്റെയിൽസ് ആയി. തീറ്റ ആർ അറിയാം, വെലോസിറ്റി അറിയാം, ക്രാക്കിൽ തട്ടി തിരിച്ചു വരാനുള്ള സമയം അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സൗണ്ട് സഞ്ചരിച്ച അല്ലെങ്കിൽ പ്രോബിൽ നിന്നും ഈ ക്രാക്കിലേക്കുള്ള ഡിസ്റ്റൻസ്, സൗണ്ട് എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല? ഇത് എന്റെ കയ്യിലുള്ള 3 ഡീറ്റെയിൽസ് ഓക്കെ ആണല്ലോ. തീറ്റ ആർ എനിക്ക് ഇൻപുട്ട് ആയിട്ട് ഓൾറെഡി എനിക്കറിയാം, വെലോസിറ്റി എനിക്കറിയാം, ഡിസ്പ്ലേ ഡിവൈസിനകത്ത് നിന്ന് ഈ പ്രോബിൽ നിന്നും ക്രാക്കിലേക്ക് എത്തി അതേപോലെ തിരിച്ചു വരാനുള്ള സമയം, ദാറ്റ് ഈസ് ടിയും എനിക്കറിയാം അല്ലെ? ഞാൻ ചോദിക്കുന്നത് ഈ ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് തുടങ്ങി ഈ ബ്ലൂ കളറിൽ കാണിച്ച ലൈനിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അത് സൗണ്ട് വേവ് പോയ വഴിയല്ലേ. സൗണ്ട് വേവിന്റെ വെലോസിറ്റി അറിയാം, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഈ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഈ ബ്ലൂ കളർ? അല്ലേടാ? അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടി ആണോ എടുക്കേണ്ടത്, അല്ലെ T/2 ആണോ? T/2 അല്ലേ? T/2. കാരണം എന്താ, അവിടുന്ന് പ്രോബിന്ന് ക്രാക്കിലെത്തി, ക്രാക്കിന്ന് തിരിച്ച് പ്രോബിലെത്താനുള്ളതാണ് നമുക്ക് കിട്ടുന്നത് ടി. അപ്പൊ T/2 കൊടുക്കണം അല്ലെ? T/2 വെലോസിറ്റി ഇൻറ്റു T/2 കൊടുത്താൽ ഈ ബ്ലൂ കളർ സൗണ്ട് പാത്തിന്റെ ഡിസ്റ്റൻസ് എനിക്ക് കിട്ടും. ഇനി എന്റെ കയ്യിലുള്ളത് തീറ്റ ആർ ഉണ്ട്, അതായത് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്റെ കയ്യിലുണ്ട്. അപ്പൊ എനിക്കിപ്പോ 4 കാര്യങ്ങൾ അറിയാം. ഒന്ന് വെലോസിറ്റി അറിയാം, മറ്റൊന്ന് തീറ്റ ആർ അറിയാം, പിന്നെ T/2 അല്ലെങ്കിൽ ടി അറിയാം. ഇപ്പോ ഈ ബ്ലൂ കളറിലുള്ള സൗണ്ട് പാത്തും അതിന്റെ നീളവും എനിക്കറിയാം. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാ? ഒന്ന് ഈ ഡെപ്ത് കണ്ടുപിടിക്കണം, മറ്റൊന്ന് ഈ സർഫസ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ട്രിഗണോമെട്രി ഇവിടെ ഇപ്പൊ തീറ്റ ആറുണ്ട് അല്ലെ? ഇതിനെ ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കി മാറ്റുന്നു. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളില് ഡെപ്ത് എന്ന് പറഞ്ഞാൽ, അതായത് ക്രാക്കിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാ, ഈ ലെങ്ത് അല്ലേ? അല്ലേടാ? അല്ലേ? എങ്ങനെയാ ഡെപ്ത് കണ്ടുപിടിക്കുക? എന്റെ മോനെ, ഇവിടെ മനസ്സിലാകുന്നില്ലേ? ഹലോ, ഈ ഒരു ട്രയാംഗിളിലെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടീനസ് ആണ് അല്ലെ? ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ലെങ്ത് അല്ലേ? ഡെപ്ത് എന്ന് പറയുന്നതല്ലേ? ഡെപ്ത് ബൈ സൗണ്ട് പാത്ത്. സൗണ്ട് പാത്ത് നമുക്ക് ഓൾറെഡി കിട്ടി. ഡെപ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഡെപ്ത് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ആർ ഇൻറ്റു സൗണ്ട് പാത്ത് അല്ലേ? അതേപോലെ സർഫസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഓപ്പോസിറ്റ് സൈഡ് ആണ്, ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഈ ഡിസ്റ്റൻസ്. സോ സൈൻ തീറ്റ ആർ എടുത്താൽ എന്താ ഇക്വേഷൻ വരിക? സൈൻ തീറ്റ ആർ ഈസ് ഈക്വൽ ടു ഈ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ സൗണ്ട് പാത്ത് അല്ലെങ്കിൽ ഹൈപ്പോട്ടീനസ്. സോ സർഫസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ആർ ഇൻറ്റു സൗണ്ട് പാത്ത്. അപ്പോ എനിക്കിപ്പം എക്സാക്ട് ക്രാക്കിന്റെ ലൊക്കേഷൻ കിട്ടിയില്ലേ? അതായത് ഈ പ്രോബിന്റെ വെലോസിറ്റിയും പ്രോബ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ഈ പ്രോബിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, എത്ര ഡെപ്തിലാണ് ക്രാക്ക് ഉള്ളത് എന്നുള്ള കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ദിസ് ഈസ് ആംഗിൾ ബീം ടെസ്റ്റിംഗ് ടെക്നിക്. ഇത് നേരത്തെ പറഞ്ഞ ക്രാക്ക് ഒന്നും ഇല്ലാതെയുള്ള കേസ്, അതായത് നമ്മുടെ മെറ്റീരിയലിന്റെ ബാക്ക് സർഫസിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന സൗണ്ട് വേവ്സ് ആണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. ഇതിപ്പോ ഫസ്റ്റ് പാത്തും സെക്കൻഡ് പാത്തും എന്നൊക്കെ പറഞ്ഞിട്ട് കാണും, ഒന്നുമില്ല. ഫസ്റ്റ് ലെഗ് എന്ന് പറയുന്നത് മെറ്റീരിയലിൽ നിന്നും അല്ല ട്രാൻസ്ഡ്യൂസറിൽ നിന്നും മെറ്റീരിയലിന്റെ ബാക്ക് സർഫസിലേക്ക് എത്തുന്നതിനെയാണ് ഫസ്റ്റ് പാത്ത് അല്ലെങ്കിൽ സൗണ്ട് പാത്ത് ലെഗ് 1 എന്ന് പറയാം. അവിടെ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നതിനെ സൗണ്ട് പാത്ത് ലെഗ് 2 എന്ന് പറയും. ഇവിടെ നമുക്ക് തീറ്റ ആറും ഇതിന്റെ വെലോസിറ്റി ഒക്കെ അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മെറ്റീരിയൽ പ്രോബിൽ നിന്നും
എത്ര മാറിയിട്ടാണ് നമ്മൾ റിസീവർ യൂണിറ്റ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിപ്പോ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോ ക്രാക്ക് ഒന്നും ഇല്ല അല്ലെ, ക്രാക്ക് ഒന്നും ഇല്ലാതെ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ ആകെ തന്നിട്ടുള്ളത് ഒരു പ്രോബും ഒരു റിസീവർ യൂണിറ്റ്, ഇതേപോലത്തെ ഒരു യൂണിറ്റും കൂടി ഉണ്ട്, റിസീവർ യൂണിറ്റും കൂടി നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്. ബട്ട് ഇത് സർഫസിൽ എവിടെയാ പ്ലേസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ. ഇത് ഇതിനകത്ത് നിന്ന് സൗണ്ട് വേവ് വന്നാൽ എത്ര ദൂരെയാണ് ഇയാൾ പോയി നിൽക്കുക, അല്ലെങ്കിൽ എവിടെയാണ് വന്ന് വീഴുക? ഇവിടെയാണല്ലോ നമ്മൾ റിസീവർ യൂണിറ്റ് വെക്കേണ്ടത്. അപ്പൊ റിസീവർ യൂണിറ്റ് വെക്കേണ്ട ഡിസ്റ്റൻസിനെ നമ്മൾ സ്കിപ്പ് ഡിസ്റ്റൻസ് എന്നാ പറയാ. പ്രോബിൽ നിന്നും റിസീവർ യൂണിറ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ സ്കിപ്പ് ഡിസ്റ്റൻസ് എന്നാ പറയാ. അപ്പൊ ആ സ്കിപ്പ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും ഇതേ പരിപാടി തന്നെയാണ്. ഇവിടെ സൗണ്ട് പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ കണ്ടുപിടിക്കുക? വെലോസിറ്റി ഇൻറ്റു ടൈം ബൈ 2 വെച്ചിട്ട് ഈ സൗണ്ട് പാത്ത് ലെഗ് 1 കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അതേപോലെ തീറ്റ ആറും നേരത്തെ പോലെ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ എടുത്താൽ ഹാഫ് സ്കിപ്പ് ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു ടി ടാൻ തീറ്റ ആർ. ടി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ തിക്നെസ്. അപ്പൊ ഞാൻ ഇത് നോട്ട് ചെയ്യാം, ഒന്നുമില്ല. ഇതിൽ എവിടെ സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ പ്രോബിൽ നിന്നും എത്ര മാറിയിട്ടാണ് റിസീവർ യൂണിറ്റ് വെക്കേണ്ടത്, അതിനാണ് നമ്മൾ സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ ആ ഡിസ്റ്റൻസ് അറിയാതെ നമ്മൾ റിസീവർ എവിടെയെങ്കിലും കൊണ്ടുവച്ചതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ റിസീവർ യൂണിറ്റ് നിങ്ങൾക്ക് തന്നു, നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് ഈ പ്രോബിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ തന്നെ കൊണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിഗ്നലും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടൂല, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡിവൈസിനകത്ത് ഒരു മാറ്റവും കാണിക്കൂല. ഈ സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് വേണം. ആ സ്കിപ്പ് ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ടൈം ഒരുപാട് അങ്ങോട്ട് എത്തി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അറ്റൻഡൻസ് നേരത്തെ ഇല്ലാത്ത ആരും ഇപ്പൊ ഇല്ലല്ലോ? റിനീഷ് നേരത്തെ ഉണ്ടായിരുന്നില്ലേ റിനീഷ്?